അധാർമികമായ ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രശ്നം അതല്ല. ശരിയായ കാര്യങ്ങൾ ചെയ്ത് ഭക്തിയോടെ ജീവിക്കുവാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എങ്കിലും സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം മനുഷ്യന് സ്വതവേ തെറ്റായ അധാർമികമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രവണതയാണ്. ഈ സ്വഭാവത്തിന് ഒരു മാറ്റം സ്വതവേ മനുഷ്യനുണ്ടാക്കുവാൻ സാധിക്കില്ല. അതിന് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ദൈവകൃപ എന്ന് പറയുമ്പോൾ ആളുകൾ കരുതുന്നത് ദൈവം നമുക്ക് ചില നന്മകൾ തരുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ തീത്തോസിൻ്റെ ലേഖനത്തിൽ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചതിനെക്കുറിച്ച് പറയുന്നു. ആ ദൈവകൃപ മനുഷ്യനെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുവാൻ സഹായിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. തീത്തോസ് 2:11-13 വരെയുള്ള വാക്യങ്ങൾ. സ്വതവേ മനുഷ്യന് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യന് സ്വതവേ പാപസ്വഭാവമുണ്ട്. ജന്മന അവൻ പാപിയാണ്. ദൈവകൃപ ഈ പാപസ്വഭാവത്തിൻ്റെ മേൽ വിജയമുള്ള ഒരു ജീവിതം നയിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നു. ദൈവകൃപ ചരിത്രാതീത കാലം മുതൽ ഉള്ള ഒരു കാര്യമല്ല. പൗലോസ് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് പറയുന്നത്. മനുഷ്യന് സൂര്യൻ ഉദിക്കുമ്പോഴാണ് വെളിച്ചം കിട്ടുന്നത്. അതിനു മുമ്പ് സൂര്യൻ ഇല്ല എന്ന് പറഞ്ഞുകൂടല്ലോ. ദൈവകൃപ ഉദിച്ചു എന്നതിൻ്റെ അർത്ഥം ദൈവകൃപ മനുഷ്യന് നൽകിയ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു എന്നാണ്. അതിനു മുമ്പ് യേശു ഉണ്ടായിരുന്നു, ദൈവകൃപയും ഉണ്ടായിരുന്നു. യേശു ഈ ഭൂമിയിൽ അവതരിക്കുന്നതിനു മുമ്പേ താൻ ഉണ്ടായിരുന്നു. യേശുവിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നാണ്. ആ കാരണം കൊണ്ടാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ അടുത്ത വാക്യത്തിൽ പൗലോസ് യേശു ക്രിസ്തുവിനെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതുമൂലം മനുഷ്യനുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവകൃപ ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചമോഹങ്ങളെയും ഭക്തിഘട്ട ജീവിത രീതികളെയും വർജിച്ച് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ്. ദൈവകൃപ നമുക്ക് കേവലം ചില ഭൗമികമായ അനുഗ്രഹങ്ങൾ മാത്രം നൽകുന്നതല്ല, മറിച്ച് യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവകൃപ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്നതാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.